ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് പ്രദേശത്തെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന 60ഓളം കടകളിൽ തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം.എൻ. ഷംസിയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. ബജി സ്റ്റാളുകൾക്ക് സിന്തറ്റിക് കളർ ചേർക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുന്നത് കർശനമായി നിരോധിച്ചതായി ഫുഡ് സേഫ്റ്റി ഓഫീസർ എം.എൻ. ഷംസിയ പറഞ്ഞു. ഞായറാഴ്ചയോടെ ആരംഭിച്ച വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയുടെ ഭാഗമായി മലപ്പുറം മൊബൈൽ ടെസ്റ്റ് ലാബിന്റെ സഹായത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രദേശത്തെ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന 60ഓളം കടകളിൽ മിന്നൽ പരിശോധന നടത്തിയത്. മിഠായി, ജിലേബി, ഭക്ഷ്യവസ്തുക്കൾ, തേയില എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചതായി തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം.എൻ. ഷംസിയ പറഞ്ഞു. നമ്മുടെ ബീപ്പങ്ങാടിയിലുള്ള പുതിയങ്ങാടി നേർച്ച ആയി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ 2 ദിവസങ്ങളായി മലപ്പുറം ജില്ലയുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിന്റെ സഹായത്തോടുകൂടി ഇവിടുന്ന് ഏകദേശം 60ഓളം ഫുഡിന്റെ സാമ്പിളുകൾ, അതായത് മിഠായികൾ, അതുപോലെ തന്നെ ജലേബി, സ്റ്റോളുകളിൽ വിൽക്കുന്ന വിവിധതരം ഭക്ഷ്യവസ്തുക്കളുടെ എല്ലാം സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ചായക്കടകളിൽ നിന്നും തേയില, പാല്, അതുപോലെ തന്നെ ചായക്കടയിലത്തെ കടികൾ എല്ലായിടത്തും ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ചോക്കുമിഠായി പരിശോധിച്ചതിലൊന്നും കഴിഞ്ഞ വർഷം കണ്ടതുപോലെ ബാൻഡ് ആയിട്ടുള്ള കളേഴ്സ് ഒന്നും കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ തേയിലകൾ, അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫുഡ് സാമ്പിൾസും പരിശോധിച്ച് വരുന്നുണ്ട്. ഇതുവരെ വന്ന റിസൾട്ടുകളിൽ ഇവിടെ നിന്നുള്ള മിഠായികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ നിന്നോ ബാൻഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. ശർക്കര ജലേബികളുടെ സ്റ്റോളുകളിലുള്ള എല്ലാ ശർക്കരകളും സാമ്പിൾ എടുത്തിട്ടുണ്ട്, പരിശോധിക്കുന്നുള്ളൂ അത്. അതുപോലെ തന്നെ സ്റ്റോളുകളിൽ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനുകൾ ഭൂരിഭാഗം സ്റ്റോളുകളും എടുത്തിട്ടുണ്ട്. എടുക്കാത്തവർ ഇനിയും അക്ഷയയിൽ പോയിട്ട് അവരുടെ ഫോട്ടോയും ആധാർ കാർഡും സബ്മിറ്റ് ചെയ്തിട്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ കരസ്ഥമാക്കിയതിനു ശേഷമേ ഇവിടെ സ്റ്റോളുകൾ ഇടാൻ അനുവാദമുള്ളൂ. അതുപോലെ തന്നെ ബജി സ്റ്റോളുകൾ ഇപ്പോൾ കയറിയതിൽ കണ്ട നിയമലംഘനം, ബജി സ്റ്റോളുകളിൽ ഉപയോഗിക്കുന്നവര് അവിടെ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് ഉപയോഗിക്കരുത്. പൊതുജനങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ബജികൾ കഴിക്കുമ്പോൾ റെഡ് കളർ ബജി വേണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഇവരും റെഡ് കളർ ചേർക്കുന്നത്. അത്തരം സിന്തറ്റിക് ഡൈകൾ ശരീരത്തിന് നല്ലതല്ല, ഹാനികരമാണ്. അപ്പോൾ കശ്മീരി ചില്ലി ഉപയോഗിച്ചു കൊണ്ടുള്ള ബജികൾ മാത്രമാണ് ഇവിടെ അനുവദിക്കുന്നത്. അല്ലാത്ത ഒരു ബജി വിൽപ്പന ഇവിടെ സമ്മതിക്കില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇവിടെയുള്ള എല്ലാ ബജി സ്റ്റോളുകളിലും കയറി ഇറങ്ങുന്നുണ്ട്, സിന്തറ്റിക് കളർ ചേർത്ത വല്ല ബജികളുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട്. അതുമാത്രമല്ല, ഇന്നും നാളെയും ഈ നേർച്ച കഴിയുന്നത് വരെ ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബും സ്ക്വാഡും പരിശോധന ഉടനീളം നടത്തുന്നതാണ്. ഈ വായിന്ന് പുക വരുന്ന രീതിക്കുള്ള ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചുള്ള സ്റ്റോളുകളും ഇവിടെ കർശനമായി വിലക്കിയിട്ടുണ്ട്. കാരണം അത്തരം ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ചുള്ള കെമിക്കൽസ് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ഹാനികരമായിട്ട് ബാധിക്കാൻ ഉള്ളതുകൊണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്റ്റ് കൺസംഷൻ ഉള്ള ഒരു ഫുഡ് പ്രൊഡക്ട്സിലും ലിക്വിഡ് നൈട്രജൻ ഉപയോഗിക്കാൻ അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്റ്റോളുകൾ ഇവിടെ അതും വിലക്കിയിട്ടുണ്ട്. പരിശോധനകൾ തുടരുന്നതാണ്. ചോക്ക് മിഠായികളിൽ നിന്ന് കഴിഞ്ഞ തവണ കണ്ടെത്തിയതുപോലെ വിഷാംശം പരിശോധനയിൽ കണ്ടെത്താനായില്ല. നേർച്ചയുടെ സമാപനം വരെ പരിശോധന തുടരും. തിരൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർ എം.എൻ. ഷംസിയ, മലപ്പുറം ഫുഡ് മൊബൈൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി. ലിജി, ലാബ് ടെസ്റ്റ് ടി.ബി. ഗിരിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വെട്ട ന്യൂസ് തലക്കാട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.